നമസ്കാരം. ഞാൻ ഷെല്ലി വൈഗ, ഒരു കവിയാകാൻ മോഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ആഗ്രഹിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്നത് ഞാൻ തന്നെ തുടങ്ങാം. എന്താണ് ഞാൻ എന്നൊരു സംശയം തോന്നിയ സമയമാണ് ഈ കവിത എഴുതുന്നത്. എന്താണ് ഞാൻ? പൊതുവിൽ നമുക്ക് ഈ കാലത്ത് എല്ലാവർക്കും ഉള്ള ഒരു അഹങ്കാരത്തിൻ്റെ പേരാണ് ഞാൻ എന്ന് പറയുന്നത്. എനിക്ക് അഹങ്കാരം തോന്നിയ സമയം ഞാനെന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി. അതിങ്ങനെയാണ്: ഞാനില്ല എങ്കിലും സൂര്യൻ ഉദിക്കും, ഞാനില്ല എങ്കിലും സന്ധ്യ പിറക്കും, ഞാനില്ല എങ്കിലും തിരമാലയെത്തും, ഞാനില്ല എങ്കിലും ഭൂമിയുണ്ടാകും. ഞാനെന്ന വാക്കിന് അഹങ്കാരമില്ല, ഞാനെന്ന വാക്കിന് അഹംഭാവമില്ല, ഞാനെന്ന പുഴുവിനു ചിറകുകൾ മുളച്ചാലോ ശലഭം പോൽ ഞാനും പറന്നു വീഴും. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം കട്ടാക്കടയ്ക്കടുത്ത് മലയങ്കീഴിലെത്തി. മലയങ്കീഴിൽ വന്നപ്പോഴത്തേക്ക് ഒരു മനോഹരമായൊരു കുളം, അതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടപ്പോഴത്തേക്ക് നാട്ടിൻപുറത്ത് ഞാൻ പല യാത്രകളിൽ നിന്ന് കാട് പിടിച്ച് പുല്ലും കയറി പാമ്പും കയറി കിടക്കുന്ന കുറേ കുളങ്ങൾ കണ്ടു. അത് സത്യം പറഞ്ഞാൽ നാടിൻ്റെ ജലസംഭരണികളാണ് ഈ കുളങ്ങൾ. നമ്മൾ എത്രയോ കളിച്ച് കുളിച്ച് ഒക്കെ നടന്ന കുളങ്ങൾ ഇപ്പോൾ വറ്റി വരണ്ട് ഇതുപോലെ കാടും കയറി കിടക്കുന്നു. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർ നല്ല നാട്ടുകാരായതുകൊണ്ട് പഞ്ചായത്തിനെ കൊണ്ട് അത് വൃത്തിയായിട്ട് ഇവിടെ കെട്ടി ഈ ബെഞ്ചൊക്കെ കണ്ട എന്ത് മനോഹരമായിട്ട് വൈകുന്നേരം വന്നിരിക്കാനായിട്ട് ബെഞ്ച് ഒട്ടിച്ച് മരങ്ങളുമൊക്കെ പിടിച്ച് വളരെ ബ്യൂട്ടിയാക്കി നിർത്തിയിരിക്കും. ആ മനോഹരമായ കുളം കണ്ട് അല്പസമയം നിന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരു മനോഹരനായ മനുഷ്യനെയും കണ്ടുപിടിച്ച് ഞാൻ. ഷെല്ലി വൈഗ എന്ന് പറയാം. ഷെല്ലി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം കൊച്ചുകക്ഷിയല്ല, ഒരു കവിയാണ്. അതിനപ്പുറം സാഹിത്യ രംഗത്ത് പല കോൺട്രിബ്യൂഷൻസും നടത്തിയിട്ടുള്ള ഒരു കലാവാസനയുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹമായിട്ട് അല്പസമയം സംസാരിച്ചു. ഷെല്ലിയുടെ ഒരു പുസ്തകമാണിത്, കവിയല്ല ഞാൻ, ഇത് ഷെല്ലി വൈഗ. അപ്പോൾ ഷെല്ലിയുമായിട്ട് അല്പസമയം സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമസ്കാരം ഷെല്ലി. നമസ്കാരം. സ്വാഗതം. ഈ കുളത്തെ കുറിച്ച് ആദ്യം സംസാരിച്ചിട്ട് നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാം കൂടെ ആവശ്യമായിരുന്നു? നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. ഇവിടെ നമ്മുടെ പഞ്ചായത്ത്, മലയങ്കീഴ് പഞ്ചായത്ത്, ഇവിടെ നമ്മുടെ അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് മെമ്പറാണ്. അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇപ്പോഴും റിനോവേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും? കുളിക്കുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ നിറയെ ആള് വരും. നീന്തൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ലോണം പോകുന്നു. അതുകൊണ്ട് അങ്ങനെ ഈ കേരളത്തിലുള്ള എല്ലാ ജലാശയങ്ങളും ഇതുപോലെ ഉപയോഗിക്കാമെങ്കിൽ അത് വൃത്തികേടാതെ കിടക്കും. ഇപ്പൊ ഒറ്റ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും ഇതിനകത്ത് കാണാനില്ല. ഇത് വെറുതെ കിടന്നായിരുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക് അതാണ് നാടിന്റെ ഒരു കാര്യം. ഷെല്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെല്ലി സ്വന്തം നാട് മലയങ്കീഴാണ്. ജനിച്ചു വളർന്നത് മച്ചേൽ എന്ന് പറയും. നമ്മൾ ഈ നിൽക്കുന്ന മച്ചേലാണ്. എങ്ങനെയാണ് ഈ കവിതയിലേക്കുള്ള ഭ്രമം വരുന്നത്? കവിതയിലേക്ക് ഭ്രമം വരുന്നത് ആദ്യം വന്നത് പ്രണയം ഉണ്ടായിരുന്ന സമയത്താണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയമാണ് കവിത പ്രചോദനം. നമ്മുടെ ചങ്ങമ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള കവികളുടെ എല്ലാം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കോളേജുകളിൽ നിന്നാണ് പല കവികളും ഉദിച്ചിട്ടുള്ളത്. അതെല്ലാം ഒരു നല്ല പെൺകൊച്ചിനെ കണ്ട് എഴുതിപ്പെടുത്തിയ ഒരു പ്രണയം തോന്നും. അവർക്ക് കൊടുക്കാൻ രണ്ടുപേര് എഴുതി തുടങ്ങുന്നതാണ് പിന്നെ കവികളാവുന്നത്. ഈ ഒരുപാട് പെൺപിള്ളേർ ഒരുപാട് പേരെ കവികളാക്കിയിട്ടുണ്ട്, നല്ലതും ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണ് തുടക്കം. അപ്പൊ ഈ പ്രണയലേഖനം എഴുതാൻ വേണ്ടി ചെറുതായിട്ട് എഴുതി പിന്നെ ആദ്യം പ്രണയകവിയായിരുന്നു. പിന്നെ ജീവിതത്തിലെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയപ്പോൾ പിന്നെ കുറച്ച് വിരഹകവിയായി. ശരി, പിന്നെ പ്രണയകവിയിൽ നിന്നും വിരഹകവിയായി. പിന്നെ ഈ പ്രകൃതിയായിട്ട് ഓരോന്ന് കാണുമ്പോൾ ഒരു ഇല വീഴുമ്പോഴും പൂ പറിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ വരുന്നത് എഴുതിയിട്ട് അങ്ങനെ പല മേഖലയിലുള്ള കവിതകളായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. പ്രകൃതിയെ കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസമാണ്. പ്രകൃതിയെ ഓർത്ത് എഴുതിയ ഏതെങ്കിലും രണ്ടുപേര് ചൊല്ലിയാലും നന്നായിരിക്കും. അത് ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ചൊല്ലുന്നതിനേക്കാൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അത് എഴുതിയത് നമ്മളെ ഈ മരം ഒരു വരമെന്നാണ്. അപ്പം മരം ഒരു ദിവസം ഒരാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തളർന്ന് വീഴുകയാണ്. അയാൾ തളർന്ന് വീഴുന്ന ഒരു മരം കാണുന്നു, അതിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നു. അവിടെ ഒരു ഫലം താഴേക്ക് വീഴുന്നു, അയാൾ കഴിക്കുന്നു. അപ്പം ക്ഷീണവും മാറി, തണലും കിട്ടി. അപ്പം അത് ഒരു മരമാണ്. എന്നാൽ ആ മരം ആര് വെച്ചതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആരോ നട്ടൊരു മരം എനിക്ക് തണലും ഫലവുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മരം സംരക്ഷിക്കണം. നമ്മളിപ്പോൾ ഒരു മിഷൻ ഹോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം വൃക്ഷ തൈകൾ നടാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയെക്കുറിച്ച് എഴുതുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പം നമ്മൾ ഒരു 174 തൈകൾ ഇപ്പോൾ നട്ടിട്ടുണ്ട് ഈ പ്രകൃതി. അതൊരു വാസ്തവമുണ്ട്. നമ്മളിപ്പോ ഇന്ന് നമ്മൾ മാമ്പഴം കഴിക്കുന്നെങ്കിൽ നമ്മൾ നട്ട മാവല്ലല്ലോ, ആരോ നട്ടതാണ് നമുക്ക് മുമ്പുള്ള. അപ്പൊ നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മളത് കരുതണം, കരുതണം. അതെ, നമ്മൾ ഈ മരങ്ങളും പ്രകൃതിയും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നശിപ്പിക്കാതിരിക്കുക കഴിയുന്നത്. ഇപ്പൊ ഈ കുളം തന്നെ നമ്മളാണല്ലോ പ്രകൃതി. ഇപ്പൊ ഭൂമിക്ക് നമ്മൾ അത്യാവശ്യമൊന്നുമില്ല, നമുക്കാണ് ഭൂമി ആവശ്യം. നമുക്ക് ഭൂമിയെ സംബന്ധിച്ചിട്ട് നമ്മൾ വലിയ അത്യാവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതിനകത്ത്, നമ്മളെ പോലെ ലക്ഷക്കണക്കിന് പേരില്ലെങ്കിലും ഭൂമിയായിട്ട് തന്നെ തുടരും. പിന്നെ കവിതയിൽ എന്താണ് കവിത എഴുത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു നേട്ടം? ആത്മസംതൃപ്തി ആണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് പുരസ്കാരങ്ങളും കുറച്ച് നല്ല പ്രോത്സാഹനം എൻ്റെ നാട്ടുകാരായാലും നമ്മളിവിടെ വായനശാലകളും എല്ലാം നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജീവിക്കാൻ ബിസിനസ്സാണ്. മക്കൾ, ഭാര്യ? ഒരു മോളാണ് വൈഗ. അപ്പോൾ വൈഗയുടെ പേരാണ് കൂടെ ചേർത്തത്. അതെ, മകളുടെ പേര് ചേർത്തു. വൈഫ് ആശ. വന്നിട്ട് അപ്പോൾ ആശയ്ക്കാണ് ആദ്യം പ്രാണസഖി എന്ന് പറഞ്ഞൊരു കവിത എഴുതുന്നത് ആശയ്ക്ക് വേണ്ടിയാണ്. ഉണരുന്ന നേരം കണിയായി കൊതിച്ചതും നിന്നെ, കാണാത്ത നേരം കണിയായി കണ്ടതും നിന്നെ, കൺകൾ മറയ്ക്കുമെന്നാലസ്യം വെടിയാൻ ജലമായി വന്നതും നീയേ, മേനി കുളിർത്തതും ഓടിയ വീതിയിൽ നിന്നെയും കാത്തു ഞാൻ നിന്നു, നിന്നെയും കാത്തു ഞാൻ നിന്നു. അതാണ് എഴുതിയത്. ഒരുപാട്. അല്ല, അന്ന് പ്രണയിച്ച ആള് തന്നെയാണ്. ആണ് അന്ന് ഭാര്യ. ആരെങ്കിലും പ്രണയിക്കുകയും പിന്നെ വേറെ ആരെങ്കിലും ജീവിതസഖിയാക്കുകയും ചെയ്യുന്ന. അതെ, ആരോ പറഞ്ഞതുപോലെ നമ്മൾ വിവാഹത്തിന് ശേഷമാണ് പ്രണയിച്ചത്. അത് ഭാര്യ പിടിച്ചപ്പോൾ മതിയാക്കി എന്നുള്ളതാണ്. ഭാര്യ പിടിച്ചതോടുകൂടി ആ പ്രണയം മതിയാക്കിയത്. ഇപ്പൊ ഈ കവിതയിലേക്ക് ഒരു പ്ലോട്ട് വീണ് കിട്ടുക, അത് ഒരു ചിന്തയിൽ വരുന്ന. അതെ അതെ അതെ, ചിന്തയിലല്ല. ഞാൻ ഇപ്പൊ ജമന്തി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയത് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ഇതള് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ജമന്തിക്ക് എന്തെങ്കിലും വിഷമം വരാൻ, ഒരു വിരഹം അല്ലെങ്കിൽ ഒരു വിഷമം വരുമോ, കാരണം ഇത്രയും ഇതളുണ്ടല്ലോ, ഒന്നല്ലേ പോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആണ് ആ കവിത ജമന്തി എന്ന് പറഞ്ഞ കവിത എഴുതിയത്. അതായത് 100 ഇതളുള്ള പൂവാം ജമന്തി നീ എന്തേ കരയുന്നു ഒറ്റിതൾ കൊഴിയുമ്പോൾ. അപ്പോൾ ജമന്തി അതിന് മറുപടി പറയാണ്, ഇതളെന്ന് തോന്നിയ കണ്ണേ നിന്നോട് ചൊല്ലാം ഞാൻ എൻ്റെ വിരഹമാം മറുപടി, കൊഴിഞ്ഞത് എന്നോട് ഇതളല്ല കേട്ടോ 100 മക്കളിൽ ഒന്നാണ് കണ്ണേ, കരയാതിരിക്കുവാനാകില്ല എനിക്ക് കാരണം ഒരിതളും എന്നോട് ശക്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ കാക്ക വിളിക്കുമ്പോഴും, കാക്ക വിളിച്ചപ്പോൾ കാവതി എന്ന് പറഞ്ഞ കവിതയും, വൈഗയ്ക്ക് വേണ്ടി വൈഗ എന്ന് പറഞ്ഞൊരു കവിതയും. മോൾക്ക് വേണ്ടി എഴുതിയത് മധുരയിലൊഴുകും പ്രണയനദി നീ ഇന്നൻ ഹൃദയത്തിലൊഴുകിടുമ്പോൾ, പ്രണയമേ നിന്നെ ഞാൻ വിളിച്ചിടാം ഹൃദയമയ്യാം വൈഗ, എൻ്റെ പ്രണയമകൾ നീ വൈഗ, എൻ്റെ പ്രണയമകൾ നീ വൈഗ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എന്താണ് ഒരു ലക്ഷ്യം, ഒരു അംബീഷൻ? നമ്മൾ കവി എന്ന് പറയുന്ന എല്ലാവരെയും പോലെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗാന രചയിതാവുക സിനിമയിൽ ഒരാഗ്രഹം, ഒരു പാട്ടെങ്കിലും സിനിമയിൽ എഴുതണം എന്ന്. കാരണം നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ല, ഇതുവരെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്കൊക്കെ വരാൻ പറ്റിയ തരത്തിലൊരു അത്തരത്തിലൊരു സിമ്പിളായിട്ടുള്ള ഒരു കവിത എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗാനത്തിന്റെ സ്വഭാവമുള്ളൊരു പാട്ട് 2 പരിപാടിയാൽ. അത് വന്നിട്ട് പതിവിലും വേഗം മടങ്ങുന്ന സൂര്യനെ നിനക്കും പ്രണയമോരാവിനോട്, പതിവിലും വേഗം മടങ്ങുന്ന സൂര്യനെ നിനക്കും പ്രണയമോരാവിനോട്, സന്ധ്യയാം ഞാനും മാറട്ടെ നിന്നോട് ജ്വലിക്കുമാ പ്രണയത്തിനായി മാത്രം, സന്ധ്യയാം ഞാനും മാറട്ടെ നിന്നോട് ജ്വലിക്കുമാ പ്രണയത്തിനായി
പ്രണയത്തിനായി മാത്രം പതിവിലും വേഗം മടങ്ങുന്ന സൂര്യനെ നിനക്കും പ്രണയമോരാവിനോട്. അത് ശരിക്കും ഗാനമുണ്ട്. അതിനകത്തൊന്നല്ല, നേരത്തെ ചൊല്ലിയതിനും ഒരു ഗാനമുണ്ട്, ഒരു താളമുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ചരിത്രഗാന മേഖലയോ അല്ലെങ്കിൽ ലളിതഗാന ഭക്തിഗാന മേഖലകളൊന്നും അന്യമല്ല സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ നാടിനെ കുറിച്ച്, മച്ചേൽ എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ മച്ചേല് കുറിച്ച്, ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു സൈലൻ്റാണ്, വളരെ ശാന്തമായിട്ട്. ഞങ്ങൾ റോഡ് സൈഡിലൊക്കെ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നതാണ്. അവിടെ ഒന്നും വീട് വയ്ക്കാണ്ട്, ഇവിടെ ഞാൻ വീട് വയ്ക്കുന്ന ഇപ്പോൾ 12 വർഷമായി. ആ സമയത്ത് ഇപ്പോൾ സാറ് കാണുന്ന ഈ വീടുകളൊന്നും ഇവിടെ ഇല്ല. ഒരു പഴയ ഒരു വീട് മാത്രമേ ഈ ഭാഗത്തുള്ളൂ. പിന്നെ കുറച്ച് അപ്പുറത്ത് പോകണം, അവിടെയും കുറച്ച് വീടുകൾ. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ കാട്ടിൽ വന്ന് കിടക്കുന്നത് എന്തിനാണ്. അപ്പോൾ അത്രയും സൈലൻ്റാണ്. ജനങ്ങൾ, മനുഷ്യരായാലും വേറെ ശല്യം ഒന്നുമില്ല. പിന്നെ ഞാൻ ജനിച്ച് വളർന്ന നാടും ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൊണ്ട് എൻ്റെ സഹോദരങ്ങളും എല്ലാം സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ പൂജപ്പുരയും മണക്കാടും എല്ലാവരും ഇവിടെ നിന്ന് പോയി. ഞാൻ മാത്രമാണ് ഇപ്പം നമ്മളെ ഫാമിലിയിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ നാടിനോടും പ്രകൃതിയോടും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടി. ഉറപ്പായിട്ടും. അതൊരു കവി ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നലും ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ഈ നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ഭാവനകളാണല്ലോ വരികളായിട്ട് വരേണ്ടത്. നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ നഗരത്തിൽ എന്ത് കാഴ്ചകൾ? അതാണ് കാരണം. അതായിരിക്കാം ചിലപ്പോൾ കുറേ ഇപ്പം വാഗപ്പൂ മരം പൂത്തു വാടകയ്ക്കൊരു എന്നൊക്കെ പറഞ്ഞിട്ട് വയലാർ അദ്ദേഹം എഴുതിയത് അതുകൊണ്ടാണ്. ഇന്ന് വാഗപ്പൂ ഇല്ല, നമുക്ക് എഴുതാനും പറ്റില്ല. അന്ന് അങ്ങനെ പ്രകൃതിയിൽ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു, എഴുതാൻ പറ്റുമായിരുന്നു. ഏത് നോക്കിയാൽ കൈതപ്പുഴ കായൽ, അങ്ങനെ ഏത് നോക്കിയാലും ഒരു കവിത, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് ഒരു കവിത കിട്ടും. പിന്നെ നമ്മൾ ഈ ഗ്രാമത്തിലായതുകൊണ്ട് കുറച്ചുകൂടെ കിട്ടണം. ഈ പറഞ്ഞ നമ്മളിപ്പോൾ പൂജപ്പുരയാണെങ്കിൽ ഇത്രയും കവിത കിട്ടാൻ വഴിയില്ല. അതിന് നമ്മൾ എവിടെയെങ്കിലും പോകേണ്ടി വരും. അതെ. അപ്പോൾ വളരെ സന്തോഷം. രതീഷിൻ്റെ ഷെല്ലിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അത് ഒരു നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പോലെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എൻ്റെ കുറച്ച് പേര് എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. എൻ്റെ കേരള കോളിംഗ്, കേരളത്തിൻ്റെ തെക്കേറ്റം മുതലുള്ള യാത്രയാണ്. ഞാൻ ഈ യാത്ര ചെയ്തപ്പോൾ കാടാക്കര വഴി ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ കാണുന്ന വ്യക്തികൾ, വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിലൊരു നല്ല വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. എല്ലാവരും ഒപ്പം ഉണ്ടായാൽ നമുക്ക് നാളെയും കാണാം. ഓക്കെ, താങ്ക് യു.